BLM, കേരള, തമിഴ്നാട്, പോണ്ടിച്ചേരി. പാകിസ്ഥാനുമായുള്ള ദീർഘകാല ബന്ധത്തെ ഇന്ത്യയുമായുള്ള ഉഭയകക്ഷി ബന്ധത്തിൽ നിന്ന് വേർതിരിക്കാൻ തുർക്കി സന്നദ്ധത പ്രകടിപ്പിക്കുന്നതായുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. മേഖലയിലെ രാഷ്ട്രീയ സംഘർഷങ്ങൾ ഇന്ത്യയുമായുള്ള സാമ്പത്തിക നയതന്ത്ര ഇടപാടുകളെ ബാധിക്കാത്ത രീതിയിലുള്ള പ്രായോഗിക സമീപനമാണ് തുർക്കി ലക്ഷ്യമിടുന്നത്. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള പ്രാദേശിക തർക്കങ്ങളിൽ നിന്ന് വിട്ടുനിന്ന് സാമ്പത്തിക നയതന്ത്ര ബന്ധങ്ങളിൽ പ്രതിസന്ധി ഉണ്ടാക്കാത്ത മാറി നിൽക്കാനാണ് അങ്കാറ ശ്രമിക്കുന്നതെന്ന് ഉന്നത രഹസ്യാന്വേഷണ വൃത്തങ്ങളെ ഉദ്ധരിച്ച CNN ന്യൂസ് 18 റിപ്പോർട്ട് ചെയ്യുന്നു. ഓപ്പറേഷൻ സിന്ദൂർ സൃഷ്ടിച്ച ഭൗമരാഷ്ട്ര ചലനങ്ങൾക്ക് പിന്നാലെയാണ് തുർക്കിയുടെ ഈ വലിയ വിദേശ നയ വ്യതിയാനം. ഇന്ത്യയുമായി തങ്ങൾക്ക് നേരിട്ട് തർക്കങ്ങളോ ഒന്നുമില്ലെന്നും സാമ്പത്തിക താൽപ്പര്യങ്ങൾ മുൻനിർത്തിയുള്ള ബന്ധമാണ് ആഗ്രഹിക്കുന്നതെന്നും തുർക്കി ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നുണ്ട്. ഓപ്പറേഷൻ സിന്ദൂറിൽ പാകിസ്ഥാനെ സൈനികമായി സഹായിച്ചതിന് തിരിച്ചടിയായി തുർക്കിയുടെ മെഡിറ്ററേനിയൻ താൽപ്പര്യങ്ങളെ ഇന്ത്യ ലക്ഷ്യം വെച്ചിരുന്നു. തങ്ങളുമായി സംഘർഷമുള്ള സൈപ്രസുമായി സൈനിക സഹകരണവും പ്രതിരോധ സഹകരണവും ഇന്ത്യ വർദ്ധിപ്പിക്കുന്ന തുർക്കിയെ ആശങ്കയിലാഴ്ത്തി. മാത്രമല്ല, സൈപ്രസ് ഇന്ത്യയിൽ നിന്ന് ബ്രഹ്മോസ് മിസൈൽ സംവിധാനം വാങ്ങാൻ തയ്യാറെടുക്കുന്നുവെന്ന റിപ്പോർട്ടുകൾ വന്നിരുന്നു. ഈ പശ്ചാത്തലത്തിലാണ് തുർക്കി നയം മാറ്റുന്നതായുള്ള വാർത്തകൾ പുറത്തുവരുന്നത്. പ്രകോപനപരമായ അതിർത്തി പരാമർശങ്ങൾ ഒഴിവാക്കാനും ഇരു രാജ്യങ്ങളും തമ്മിൽ കൂടുതൽ സാധാരണമായ നയതന്ത്രം കെട്ടിപ്പടുക്കാനും തുർക്കി ആഗ്രഹിക്കുന്നുണ്ട്. നിലവിൽ തുർക്കി നേരിടുന്ന ആഭ്യന്തര സാമ്പത്തിക പ്രതിസന്ധികളാണ് ഈ നയതന്ത്ര മാറ്റത്തിന് പിന്നിലെന്ന വിലയിരുത്തൽ. ബന്ധം മോശമാകുന്നതോടെ ഇന്ത്യയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന സാമ്പത്തിക ഉപരോധങ്ങളോ വ്യാപാര നിയന്ത്രണങ്ങളോ ഒഴിവാക്കുക എന്നതാണ് അങ്കാറയുടെ പ്രധാന ലക്ഷ്യം. എന്നാൽ പാകിസ്ഥാന് തുർക്കി നൽകുന്ന പ്രതിരോധ കയറ്റുമതിയിൽ ഇന്ത്യൻ സുരക്ഷാ ഏജൻസികൾക്ക് ഇപ്പോഴും കടുത്ത ആശങ്കയുണ്ട്. ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷമുണ്ടായ അതിർത്തി സംഘർഷങ്ങളിൽ പാകിസ്ഥാൻ വ്യാപകമായി ഉപയോഗിച്ച യുദ്ധ ഡ്രോണുകളും സെൻസർ സാങ്കേതിക വിദ്യകളും നൽകിയത് തുർക്കിയായിരുന്നു. ഈ സൈനിക സഹായങ്ങളെ തങ്ങളുടെ സാമ്പത്തിക ലക്ഷ്യങ്ങളിൽ നിന്ന് വേർപെടുത്താൻ സാധിക്കുമോ എന്നതാണ് തുർക്കി ഇപ്പോൾ പരിശോധിക്കുന്നത്. പാകിസ്ഥാനുമായുള്ള സൈനിക സഹകരണം നേരത്തെയുള്ള കരാറുകളുടെ ഭാഗമാണെന്നും ഇന്ത്യയെ ലക്ഷ്യം വെച്ചുള്ളതല്ലെന്നുമാണ് തുർക്കി വിദേശകാര്യമന്ത്രി പറയുന്നത്. അടുത്ത കാലത്തുണ്ടായ അതിർത്തി സംഘർഷങ്ങളിൽ പാകിസ്ഥാന് തങ്ങൾ പ്രത്യേകമായി അധിക സൈനിക സഹായം നൽകിയിട്ടില്ലെന്നാണ് തുർക്കിയുടെ വാദം. പാകിസ്ഥാനിലേക്കുള്ള തങ്ങളുടെ നാവികസേനയുടെ സന്ദർശനങ്ങളും മിലിറ്ററി കാർഗോ വിമാന സർവീസുകളും വർഷങ്ങളായി തുടരുന്ന സാധാരണ നയതന്ത്ര നടപടിക്രമങ്ങൾ മാത്രമാണെന്നും അതിനെ ശത്രുതാപരമായി കാണരുതെന്നും തുർക്കി വിദേശകാര്യമന്ത്രി പറയുന്നുണ്ട്. അതേസമയം തുർക്കിയുടെ ഈ മനംമാറ്റത്തെ ഇന്ത്യൻ രഹസ്യാന്വേഷണ ഏജൻസികൾ അതീവ ജാഗ്രതയോടെയാണ് വീക്ഷിക്കുന്നത്. ഓർഗനൈസേഷൻ ഓഫ് ഇസ്ലാമിക് കോർപ്പറേഷനിൽ പാകിസ്ഥാനെ പിന്തുണയ്ക്കുന്ന നിലപാട് തുടരുന്നതിനൊപ്പം തന്നെ ഇന്ത്യയുമായുള്ള സാമ്പത്തിക ബന്ധം മെച്ചപ്പെടുത്തുന്നതിനുള്ള തുർക്കിയുടെ നീക്കം ഒരു ബാലൻസിംഗ് ആക്ടായാണ് ഇന്ത്യ കണക്കാക്കുന്നത്. തുർക്കിയുടെ ആയുധങ്ങൾ മേഖലയിലെ ശക്തി സമതുലനാവസ്ഥയെ എങ്ങനെ ബാധിക്കുമെന്ന് ഇന്ത്യ നിരീക്ഷിച്ചു വരികയാണ്. പാകിസ്ഥാനുമായുള്ള തന്ത്രപ്രധാനമായ സഖ്യം പൂർണ്ണമായി ഉപേക്ഷിക്കാതെ തന്നെ ഇന്ത്യയിലെ സാമ്പത്തിക താൽപ്പര്യങ്ങൾ സംരക്ഷിക്കാനുള്ള തുർക്കിയുടെ കടുത്ത നയതന്ത്ര പരീക്ഷണമാണ് ഇപ്പോൾ നടക്കുന്നത്. പാകിസ്ഥാനുമായുള്ള സൈനിക സഹകരണം ഇന്ത്യയുമായുള്ള ബന്ധത്തിൽ വിള്ളലുണ്ടാക്കാതിരിക്കാൻ തുർക്കി ശ്രമിക്കുന്നുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ രജിസ്റ്റേർഡ് സൊസൈറ്റി ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്.